വിജിൻ, വളരെ ദീർഘമായ ഒരു വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ ധനമന്ത്രി നടത്തിയത്. അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് അതുതന്നെയാണ്. കേന്ദ്ര അവഗണന തുടരുകയാണ്, ഇതിനെതിരെ യോജിച്ചുള്ള ഒരു സമരം ആവശ്യമാണ്. ഇപ്പോൾ പ്രതിപക്ഷം എടുത്തിരിക്കുന്ന നിലപാട് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന് തുല്യമാണ്. കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകേണ്ടത് നൽകിയേ തീരൂ എന്ന് ആവർത്തിക്കുകയാണ് ധനമന്ത്രി. മറ്റെന്തൊക്കെയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്? കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള വിഹിതം ലഭിക്കാത്തതും വായ്പയെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് എല്ലാമാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ധനമന്ത്രി KN ബാലഗോപാൽ. ഇതിനെതിരെയാണ് 8-ാം തീയതി മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ ദില്ലിയിൽ സമരത്തിന് ഇറങ്ങുന്നത്. നേരത്തെ ഈ പ്രതിപക്ഷ നേതാവിനെയും അതുപോലെ തന്നെ ഉപനേതാവിനെയും ഉൾപ്പെടെ ഈ സമരത്തിലേക്ക് ക്ഷണിച്ചതാണ്. 9-ാം തീയതി വരെയാണ് ഈ പാർലമെന്റ് ചേരുന്നത്. ആ ദിവസത്തിനുള്ളിൽ തന്നെ സമരം നടത്തണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് 8-ാം തീയതി ഈ ഡേറ്റ് നിശ്ചയിക്കുന്നത്. എന്നിട്ടും ആ സമരത്തിൽ പങ്കെടുക്കാതെ നേരത്തെ അറിയിച്ചില്ല എന്ന കാരണമൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് ഈ പ്രതിപക്ഷം ഈ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പി ചിദംബരം ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ തന്നെ കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന ഇത്രയും വലിയ അവഗണനയ്ക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം നേരിട്ട് തന്നെ അവർ അറിയിച്ചിട്ടുള്ളതാണ്. കേരളത്തോട് കാണിക്കുന്നത് വലിയ ക്രൂരതയാണ് എന്നുൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ഈ പി ചിദംബരവും അതുപോലെ തന്നെ കർണാടക മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ അവർക്കൊക്കെ ബോധ്യപ്പെടുന്ന കാര്യം ഈ കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കൾക്കും കോൺഗ്രസ് നേതാക്കൾക്കും മനസ്സിലാകുന്നില്ല എന്നാണ് KN ബാലഗോപാൽ വ്യക്തമാക്കുന്നത്. എന്തായാലും സമരവും അതുപോലെ തന്നെ നിയമ നടപടികളും ഒരുമിച്ച് രണ്ടായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കേരളത്തിന്റെ മാത്രം ഒരു പ്രശ്നമല്ല. സംസ്ഥാനങ്ങളുടെ മുഴുവൻ സാമ്പത്തിക വിഹിതം വെട്ടിക്കുറക്കുന്ന നിലപാടാണ് ഈ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അതിന് ഈ ധനകാര്യ കമ്മീഷൻ ഒക്കെ ഉള്ള പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഈ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ തന്നെ സംസ്ഥാന വിഹിതം വെട്ടിക്കുറക്കാൻ നേരിട്ട് ഇടപെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരം നടപടികളുമായാണ് കേന്ദ്ര സർക്കാർ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ഥിതിയിലാണ് കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാനുള്ള ഒരു കാര്യം. ഒപ്പം തന്നെ ഈ സർക്കാർ ജീവനക്കാർ, സെക്രട്ടേറിയറ്റിലെ ഉൾപ്പെടെ ജീവനക്കാർ BJPയുടെയും കോൺഗ്രസിന്റെയും സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുള്ള സമരം എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. DA കൊടുക്കാൻ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് ഈ സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് കൊടുത്തു തീർക്കാൻ കഴിയാത്തത്. പക്ഷേ അത് ഘട്ടഘട്ടമായി തന്നെ കൊടുത്തു തീർക്കും. ഈ കേരളത്തെ ഞെരുക്കാൻ ശ്രമം നടത്തുന്ന BJPക്ക് ഒപ്പം ചേർന്നാണ് കോൺഗ്രസും UDFും സർക്കാരിനെതിരെ സമരം പ്രഖ്യാപിക്കുന്നത് എന്നും ധനമന്ത്രി വ്യക്തമാക്കുന്നു.